ചെറുപ്പത്തിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഗ്രാമർ പഠിച്ചിട്ടല്ല. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നു തുടങ്ങിയ സെൻറ്റൻസ് പാറ്റേണുകൾ പറഞ്ഞാണ് നമ്മൾ ഭാഷ പഠിച്ചത്. അത്തരത്തിലുള്ള ചില പാറ്റേണുകളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമറിനെ കുറിച്ചുള്ള ടെൻഷനില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാം. ഐ ആം ഹിയർ ടു, ഹൗ ക്യാൻ വി യൂസ് ഇറ്റ്? ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളെ സഹായിക്കാൻ ഞാനിവിടെയുണ്ട് എന്നാണ്. ഇത്തരത്തിൽ എന്താണ് താനിവിടെ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ മിക്കപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇനി നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കുകയും പറയുകയും ചെയ്യാം. ഹേ ശ്യാം, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഹലോ ജോണി, ഐ ആം ഹിയർ ടു അപ്ലൈ ഫോർ എ ജോബ്. ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെയാണ് മറുപടി നൽകാൻ കഴിയുക? ഐ ആം ഹിയർ ടു അപ്ലൈ ഫോർ എ ജോബ്. ഇവിടെ ഹിയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉത്തരം പറയാം. അപ്പോൾ നമുക്കും ഒരു മറുചോദ്യം ചോദിക്കാം. എന്താണത്? ദെൻ വൈ ആർ യു ഹിയർ? അതായത് നിങ്ങൾ എന്തിനാണ് ഇവിടെ എന്ന രീതിയിൽ. അപ്പോൾ എന്തായിരിക്കും മറുപടി? ഐ ആം ഓൾസോ കാം ഹിയർ ടു അപ്ലൈ ഫോർ എ ജോബ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മറുപടി പറയാം. ഐ ആം ഹിയർ ടു സീ എ ഫ്രണ്ട്. ഞാനൊരു സുഹൃത്തിനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഐ ആം ഹിയർ ടു എന്നതിൻ്റെ പ്രയോഗം. നമുക്ക് കൂടുതൽ എക്സാമ്പിളുകൾ പരിശോധിക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഐ ആം ഹിയർ ടു എന്നതിന് ശേഷം വെർബിൻ്റെ V1 ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. അതായത് ബേസ് ഫോം. വളരെ സിമ്പിളായ ഒരു ആശയമാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സെൻറ്റൻസ് പാറ്റേണുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് അറിയാതെ ഫ്ലുവൻസി വന്നുകൊള്ളും. നെക്സ്റ്റ്, ഐ ആം ഹിയർ ടു സപ്പോർട്ട് ഓൾ യുവർ ഡിസിഷൻസ്. നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും പിന്തുണയ്ക്കാൻ ഞാനിവിടെയുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഞാൻ തരുന്നു എന്നാണ്. ഇനി മറ്റൊന്ന്, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു ടു. നിങ്ങളെയും സഹായിക്കാൻ ഞാനിവിടെ ഉണ്ട് എന്നാണ്. ഇനി ഞാനിവിടെ ഒരു സിനിമ കാണാനാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഹിയർ ടു വാച്ച് എ മൂവി. ഡു യു ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് ഹിയർ? നിങ്ങൾക്കിവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിന് നമുക്ക് എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുക? യെസ്, ഐ ആം ഹിയർ ടു സീ മിസ്റ്റർ ശ്യാം, ക്യാൻ യു ഹെൽപ്പ് മീ? അപ്പോൾ എന്താണ് നമുക്ക് തിരിച്ചു മറുപടി പറയാൻ കഴിയുക? ഓഫ് കോഴ്സ്, ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി നമുക്ക് മറ്റൊന്ന് പറയാം. വൈ നോട്ട്? എന്തുകൊണ്ടില്ല? തിരിച്ച് മറുപടിയായി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണത്? താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഐ ആം ഹിയർ ടു ഇൻഫോം യു ദാറ്റ് ദോസ് സർക്കംസ്റ്റൻസ് ഡു നോട്ട് എക്സിസ്റ്റ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല എന്നറിയിക്കാനാണ് ഞാനിവിടെ ഉള്ളത്. അതായത് പഴയ പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാൻ. ഐ ആം ഹിയർ ടു പ്രൊവൈഡ് റിലാക്സേഷൻ ഓഫ് ദ മൈൻഡ്. മനസ്സിന് സ്വസ്ഥത നൽകാൻ, അതായത് മനസ്സിന് സമാധാനം നൽകാനാണ് ഞാനിവിടെ ഉള്ളത് എന്നാണ്. നെക്സ്റ്റ്, ഐ ആം ഹിയർ ടു ടെൽ യു എ റിയൽ സ്റ്റോറി. ഞാനിവിടെ ഉള്ളതൊരു യഥാർത്ഥ കഥ പറയാനാണ്. നെക്സ്റ്റ്, ഐ ആം ഹിയർ ടു മേക്ക് ദം ഫീൽ ഗുഡ്. അതായത് അവർക്ക് നല്ലൊരു അനുഭവം നൽകാനാണ് ഞാനിവിടെ ഉള്ളത്. ഇനി ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറയാം. ഐ ആം ഹിയർ ടു ഗീവ് ദം എ ഗുഡ് എക്സ്പീരിയൻസ്. അവർക്കൊരു നല്ല എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവം നൽകാനാണ് ഞാനിവിടെ ഉള്ളത്. ഇനി ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി എന്ന രീതിയിൽ ഐ ആം ഹിയർ ടു ഉപയോഗിക്കാം. അതായത് ഐ ആം ഹിയർ ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ കമ്പനി. അതായത് നിങ്ങളുടെ കമ്പനിയുമായി ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് സൃഷ്ടിക്കുവാനാണ് ഞാനിവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഞാനിവിടെ വന്നത്. നെക്സ്റ്റ്, ഐ ആം ഹിയർ ടു റെപ്രസെൻറ്റ് ദ ബിസിനസ് സർക്കിൾസ് ഓഫ് അവർ കമ്പനി. അതായത് കമ്പനിയുടെ ബിസിനസ് സർക്കിളുകളെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ വന്നത്. ഐ ആം ഹിയർ ടു റെപ്രസെൻറ്റ് ദ ബിസിനസ് സർക്കിൾസ് ഓഫ് അവർ കമ്പനി. മറ്റൊന്ന്, ഐ ആം ഹിയർ ടു റേസ് ദ അവയർനെസ് ഫോർ COVID-19. അതായത് COVID-19 കുറിച്ചൊരു അവയർനെസ് നടത്താൻ, അതായത് ഒരു ബോധവൽക്കരണം നടത്താനാണ് ഞാനിവിടെ ഉള്ളത്. ഐ ആം ഹിയർ ടു വേക്ക് അപ്പ്. ഐ ആം ഹിയർ ടു റൈഡ് ബൈക്ക്. ഐ ആം ഹിയർ ടു വാച്ച് ദിസ് വീഡിയോ. ഐ ആം ഹിയർ ടു റിമൈൻഡ് യു. ഇത്തരത്തിൽ ഐ ആം ഹിയർ ടു എന്നതിന് ശേഷം നമുക്കറിയാവുന്ന പരമാവധി വെർബുകൾ ശേഖരിച്ചുകൊണ്ട് പുതിയ സെൻറ്റൻസുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ചെറിയ സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.